ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെപ്പർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടി ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് കുരുമുളകും ചെറിയ ജീരകം, വലിയ ജീരകം, മുളകും, പിന്നെ അതിലേക്ക് മസാലയിലുണ്ടാകുന്ന ചെറിയൊരു കണ്ടിയിലെ വടിവെച്ച് അതിട്ടിട്ട് കൊടുക്കുക. അങ്ങനെ നല്ല പായം ചൂടാക്കുക. പിന്നെ നെയ്റ്റത് ഫുഡ് എൻ്റെ വകയാണ്. ഞാൻ ദോശയും പെപ്പർ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിശ്ചയം. അങ്ങനെ അത് ചൂടായതിനു ശേഷം ഗ്രൈൻഡറിലിട്ടിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ഉണ്ടാക്കാം ഒരു കണ്ടം നീരുള്ളിയും ഒരു കണ്ടം തക്കാളിയും ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് നമുക്ക് ഗ്രൈൻഡ് ആക്കിയിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഇത് ഗ്രൈൻഡ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡ് മാറ്റിയിട്ട് വെക്കാം. ഇത് നമുക്ക് ബയ്യാണ് ആവശ്യം. അങ്ങനെ ആ പാനിൽ തന്നെ നമുക്ക് ഓയിലിട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ഓയിൽ കുറച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഒരു 2 നീരുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കണം. അതിന് മുമ്പ് ചെറിയ ജീരകം ഇട്ടിട്ട് കൊടുക്കണം. ചെറിയ ജീരകം ചൂടായതിനു ശേഷമാണ് ഈ നീരുള്ളി ഇട്ടിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഈ നീരുള്ളി ഒരു മഞ്ഞ കളറാവോളം നമുക്കിത് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ യെല്ലോ കളറായിട്ടാകുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെള്ളുള്ളിയും പേസ്റ്റ് ആക്കിയത് ഇട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കളറ് ഒന്ന് ഡിമ്മാവോളം അങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് അതും നല്ല പാങ്ങിൽ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് രണ്ടും നല്ല ബന്ധിട്ട് വരുവോളം ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. അങ്ങനെ അതിൽ പെപ്പർ ചിക്കൻ കറി അത് തന്നെ അറിയില്ല. ഞാൻ ഒരു വീഡിയോ നോക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഇതെന്താവുന്നൊന്നും അറിയില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും കൊത്തമ്പാരിപ്പൊടിയും പിന്നെ ഉപ്പ്, ചിക്കൻ മസാലപ്പൊടിയും അതിലോട്ട് കൊടുക്കും. മുളക് പൊടി ഇട്ടിട്ട് പിന്നെ ഇതെല്ലാം നല്ല മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നല്ല പാല് വാഷാക്കിയിട്ട് അതിട്ടിട്ട് കൊടുക്കണം. ഫ്രിഡ്ജിൽ വാഷാക്കിയിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത്ര വലിയ പണിയുണ്ടായിട്ട് അതൊക്കെ അടിച്ചിട്ട് നല്ല പാങ്ങിൽ ആ മസാല ചിക്കനിലേക്ക് പൊടിപ്പിക്കണം. അങ്ങനെ അത് കുറച്ച് നേരം വെച്ചിട്ടായിട്ട് അതിലേക്ക് നമ്മൾ നേരത്താക്കിയിട്ട് ഇത് കൊത്തമ്പാരി അതെല്ലാം വറുത്തിട്ടുണ്ട്. ആ ജ്യൂസ് മെഷീൻ ഗ്രൈൻഡ് ആക്കി വെച്ചത് അത് നമുക്ക് എന്താക്കാം ഇതിലിട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് ഇട്ടിട്ട് കൊടുത്ത് അങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പഴം കൂട്ടിയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൊടുത്തു. എന്നിട്ട് അതും നല്ല പാങ്ങിൽ ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചിരുന്നു. അങ്ങനെ അതിലേക്ക് കാണിക്കാൻ പറ്റുന്നത്. അങ്ങനെ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടായിട്ട് നമുക്ക് അങ്ങനെ മല്ലിച്ചപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് പിന്നെ ചൂടാക്കാം. അങ്ങനെ നല്ല പാലിൽ തളിക്കാൻ വെക്കാം. അതായത് തളിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കിയിട്ട് ഇതായിട്ടുണ്ടായിട്ട് അത് കുറച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മാറ്റി വെച്ച് അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ദോശ ചുടാം. അങ്ങനെ ദോശക്ക് വേണ്ടിയിട്ട് നേരത്തെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെറ്റായി. അങ്ങനെ വാഷാക്കാൻ അത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കയ്യിലോട്ടിട്ട് കളിക്കും. അപ്പം ഉമ്മ പാങ്ങില വെട്ടിടും. അപ്പം അങ്ങനെ മതിയാക്കും. അപ്പം ഇങ്ങനെ ഉമ്മമാരിങ്ങനെ കളിക്കുമ്പോൾ വെട്ടിടുന്നവർ കമൻറ്റ് ഇടും. പിന്നെ ഇങ്ങനത്തെ ശീലം എല്ലാവർക്കും ഉണ്ട്. ഓരോ വീഡിയോ കമൻറ്റ് ആക്കാനും ലൈക്ക് ആക്കാനും മറക്കണ്ട. എനിക്ക് അത് നല്ല പാങ്ങില വാഷാക്കിയിട്ട് ഞാൻ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് തേങ്ങയും ചോറും ഉപ്പും ഇട്ടിട്ട് നല്ല പാങ്ങിൽ ഗ്രൈൻഡ് ആക്കി കൊടുക്കണം. അങ്ങനെ ഗ്രൈൻഡ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂട്ടിയിട്ട് നല്ല പാങ്ങിൽ മിക്സ് ആക്കി ഒരു ദോശ ചട്ടി വെച്ച് അതിലേക്ക് എണ്ണയിട്ട് അങ്ങനെ ദോശ ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ദോശ ഒഴിച്ചിട്ട് കൊടുത്ത് ഒരു ദോശ അതിൻ്റെ പൊട്ടി വെച്ചിട്ട് അങ്ങനെ ഞങ്ങളങ്ങോട്ടല്ല ഇങ്ങനെയാണ് ദോശ ആക്കിയിട്ട്. അപ്പോൾ നിങ്ങളങ്ങോട്ട് എങ്ങനെയാണ് ദോശ ആക്കുന്നത് കമൻറ്റിലും ദോശ നമുക്ക് റെഡിയായി. ഫസ്റ്റ് ഒരു 3 ദോശ കാണിച്ചിട്ട് മതിയാകും നമുക്ക് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ പെപ്പർ ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് വാച്ചാക്കിയിരുന്നു. ഞാൻ തിന്നാണ്ടിരുന്നു. അങ്ങനെ ഒരു വെള്ളം ദോശ എടുത്തിട്ട് ആ ചിക്കൻ്റെ മസാലയും ചിക്കനും ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആക്കിക്കൊണ്ട് പറയുന്നില്ല, കറിയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് വാച്ചാക്കാൻ നോക്കുക. എൻ്റെ ചാനലിൽ കയറിയിട്ട് എൻ്റെ വീഡിയോ ലൈക്കായ സബ്സ്ക്രൈബ് ആക്കാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എല്ലാ ദിവസവും
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ദിസ് ഇസ് മീ നഹ്ല സൈനിങ് ഓഫ്. ബൈ ബൈ.